സാറാണല്ലോ വിളിക്കണത്. ആ ഹലോ സാറേ. ഹലോ അതെ. ആ ഇന്ന് അവിടെ വല്ല കസ്റ്റമേഴ്സ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല സാറേ. അത് നന്നായി. അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ തന്നോടൊരു കാര്യം പറയാം. എന്ത് സാർ? ഞാനിവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ വലിയ അപമര്യാദയായിട്ട് പെരുമാറുന്നു പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറേ? ഇല്ല, ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് വല്ല കംപ്ലൈന്റ് തന്നെ കുറിച്ച് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കും കേട്ടോ. ആ ശരി. പക്ഷെ എന്റെ ദൈവമേ, വന്ന കസ്റ്റമറോടൊക്കെ ഞാൻ എന്ത് മാന്യം മര്യാദയായിട്ട് പെരുമാറുന്നത്, എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ പറയണത്. ഒന്ന് പോതല്ലേ, മനുഷ്യരുടെ പ്രാന്തേറിയിരിക്കുമ്പോ വന്നേക്കണേണ്. അല്ല സോറി, ആരാണ്? മൈ നെയിം ഈസ് ആന്റണി ഗ്രിഗറി. ആന്റിയുടെ എന്ത് കീറിയെന്ന്? ആന്റിയുടെ ഒന്നും കീറിയില്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ആന്റണി ഗ്രിഗറി. ഗ്രിഗറി അല്ല, ഇവിടുത്തെ മാനേജർ സാർ വിളിച്ചിരുന്നു. ആ ഒരു പെണ്ണ് വരുമെന്ന് ഇതുവരെ കണ്ടില്ല. ഇത് എവിടെ പോണത്? അല്ല ഒരു പെങ്കൊച്ചു വരുമെന്ന്. ഞാനാണത്. പെങ്കൊച്ചാ? അത് എനിക്ക് മോഡലാകണം. മോഡലാ? ഇനി എന്ത് മോഡലാവാനാ? ഇപ്പൊ തന്നെ മോഡലാണല്ലോ. റിയലി? ഞാൻ മോഡലാണ്. ഞാൻ മോഡലാണ്. 1942 മോഡല്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ മാഡം. അത് ശരിയാണ്, അത് ശരിയാണ്. ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയാമോ? ഞാൻ 5 വർഷമായിട്ട് എന്റെ ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് ഭയങ്കര പ്രണയത്തില. ഈ പ്രായത്തിലും പ്രേമോ? പ്രേമത്തിന് കണ്ണില്ല, മുക്കില്ല, നക്കില്ല, വയലല്ലോ. തങ്കവിട് തട്ടാൻ തട്ടാവും മാരിയമ്മ കുടവിട്. അത് വരി മറന്നു പോയതുകൊണ്ട് കറക്റ്റ് സാധനം പാടി. ഞാൻ പ്രണയത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രണയം എന്ന് പറഞ്ഞാലേ, അതെ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ അങ്കിളിന് എത്ര പ്രായം ഉണ്ടാവും? 26. അല്ല ഞാൻ ആന്റിയുടെ മോന്റെ കാര്യമല്ലേ ചോദിച്ചാ, അങ്കിളുടെ കാര്യമാണ്. അതിനെ പറഞ്ഞു 26. അല്ല അപ്പൊ യങ് ബോയ് ആണ്. ആന്റിക്ക് എത്ര വയസ്സുണ്ട്? 26 തിരിച്ചിട്ടാൽ 62. അല്ല അപ്പൊ അതെങ്ങനെ ശരിയാവണം? അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് പരിചയപ്പെട്ട്? ഞങ്ങൾ നാളെയാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോണത്. അയ്യോ, ഇതുവരെ കണ്ടിട്ടില്ലേ? എന്തിനാ കാണുന്നത്? എല്ലാ ദിവസവും രാത്രി 2 മണിക്ക് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. അപ്പൊ ഈ സംസാരിക്കുമ്പോ ഈ പുള്ളിക്ക് മനസ്സിലാവില്ല എനിക്ക് ഇത്രയും വയസ്സുണ്ടെന്ന്. എത്രയും? അല്ല ഇത്രയും വയസ്സുണ്ട്. അതാ മീറ്ററിൽ കറക്റ്റ് പറയില്ല, എനിക്ക് എന്തോ പ്രായം കൂടുതൽ പോലെയാണ്. പിന്നെ ഈ സംസാരത്തിന്റെ കാര്യം, ഈ ലോകത്തുള്ള എല്ലാ കാമുകന്മാരും രാത്രി സംസാരിക്കുമ്പോഴേ ഒറ്റ മീറ്ററിലായിരിക്കും സംസാരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ താൻ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കും. ഞാൻ വിളിക്കാം കേട്ടോ. ഇതോ. ഹലോ ഹലോ, എന്തെടുക്കുവാ? മഴയുണ്ടോ? എങ്ങനെയുണ്ട്? അതല്ല, എങ്ങനെയുണ്ടെന്ന് ഈ ഒച്ച കേട്ടിട്ട് പിടിക്കാൻ പറ്റിയ? അയ്യോ ഇല്ല, ഒച്ച കേട്ടിൽ അങ്ങനൊന്നും പിടിക്കാൻ പറ്റൂല. വേറെ കാര്യം പറയട്ടെ, ഞങ്ങളെ 5 വർഷമായി ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം തുടങ്ങിയിട്ട്. അല്ല സാമ്പത്തിക ജീവിതം അല്ലല്ലോ, ദാമ്പത്യ ജീവിതം അല്ലേ? സാമ്പത്തിക ജീവിതം എന്ന് പറഞ്ഞാൽ മതി. എന്റെ ഈ അപ്പോട്ടുണ്ടല്ലോ, ആർക്കില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. അതെന്ത് ക്വാളിറ്റി? ഒരു പണിക്കും പോവല്ല. അതിവിടെ കുറെ പേർക്കുണ്ട് അങ്ങനെ. പക്ഷെ എല്ലാ ദിവസവും എന്നെ വിളിക്കും. ഹലോ വാവാച്ചി. വാവാച്ചിയാ? എന്റെ സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാ. തള്ളച്ചിന്നായിരിക്കും. വാവാച്ചി. ഹലോ വാവാച്ചി, എന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നടാ, ഒരു 500 ഇട്ടരാവോ? ഞാൻ അപ്പന്റെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അവന് ഡെയിലി പൈസ എടുത്തോണ്ടിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ അവന് നിങ്ങളൊരു ATM, നിങ്ങൾക്ക് അതൊരു കാമുകനും. അത് ഞാൻ കാര്യമാക്കുന്നില്ല. വേറെ കാര്യം പറയട്ടെ, നാളെ അപ്പൂട്ടനെ ഞാൻ കാണുമ്പോൾ, അപ്പൂട്ടൻ എന്നെ കാണുമ്പോൾ അയ്യേ എന്ന് പറയും. അയ്യോ എന്നല്ലേ പറയൂ? അല്ല അയ്യോ എന്നല്ലേ പറയൂ? അതേ പറയാമുള്ളൂ. എന്തായാലും അപ്പൂട്ടനെ ഞാൻ ഞെട്ടിക്കും. അതെന്തായാലും ഞെട്ടുമല്ലോ കാണുമ്പോ. ആക്ച്വലി എന്റെ മൂക്കില് സ്റ്റഡ് അടിക്കാൻ പറ്റും. മൂക്കിൽ പഞ്ഞി വെക്കാം. അല്ല പഞ്ഞി വെച്ചിട്ട് സ്റ്റഡ് അടിച്ച ചോര വരൂല. ഇതെന്താ സംഭവം അറിയുമോ? ഞാൻ ടോട്ടലി ഭയങ്കര ഡള്ളാ. ഞാൻ പറയണോന്ന് വിചാരിച്ച എന്തൊരു തള്ളേണിത്. തള്ളല്ല, ഞാൻ ഭയങ്കര ഡള്ളാണെന്ന്. എനിക്ക് എന്താ പറയുന്നത്, കോൺഫിഡൻസ് കിട്ടുന്നില്ല. പക്ഷെ ആന്റിയുടെ കണ്ണി നോക്കുമ്പോ ആ കോൺഫിഡൻസിന്റെ തിളക്കം എനിക്ക് കാണാം. അയ്യോ, അത് കോൺഫിഡൻസിന്റെ തിളക്കമല്ല, പിന്നെ മൂക്കുത്തി കിടക്കണ കണ്ണില്. മൂക്കുത്തി കണ്ണിലാണ് ഇടുന്നത്? അല്ല, ഞാനേ എന്റെ മൂക്കിൽ മൂക്കുത്തി കുത്തിയായിരുന്നേ. അപ്പൊ ഞങ്ങളൊക്കെ വേറെ വല്ലയിടത്താണ് കുത്തുന്നത്? അതല്ലെന്ന്, ഞാൻ ഈ മൂക്കുത്തി കുത്തിയെന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിരുന്നു. പെട്ടെന്ന് കൂർക്കം വലിച്ചു. ഈ മൂക്കുത്തി മൂക്കിന്റെ ഉള്ളിൽ കൂടെ പോയി 2 കറക്കം കറക്കിട്ട് കണ്ണി വന്ന് വീണു. അയ്യോ, അപ്പൊ രാത്രി പുറത്തിറങ്ങി നടക്കല്ലേട്ടാ, കണ്ടം പൂച്ചെന്ന ആൾക്കാർ കല്ലെറിയും. അയ്യോ, പറഞ്ഞത് നന്നായി, ഞാൻ അങ്ങനെ പോണില്ല. പിന്നെ തന്നോടൊരു കാര്യം പറയട്ടെ, ഇപ്പൊ തന്നെ ഞാൻ നോക്കുമ്പോ നമ്മൾ തമ്മില് എന്റെ 2 വയസ്സിന്റെ ഇളയതാ താൻ. എത്ര? എന്റെ 2 വയസ്സിന്റെ ഇളയതാ. 2 ജന്മോന്ന് പറ. അത് ഇതിപ്പോ ഇവിടെ പറഞ്ഞു, ഞാൻ ഒന്നല്ല. നാളെ അപ്പൂട്ടനെ ഞാൻ കാണുമ്പോഴേ അപ്പൂട്ടനെ ഞാൻ എങ്ങനെ ഇംപ്രസ് ചെയ്യേണ്ടത്? നല്ലോണം ഒന്ന് ചിരിച്ചാ മതി. അയ്യോ, ഇങ്ങനെ ചിരിക്കാനല്ല, ഒന്ന് സ്മൈൽ ചെയ്താ മതി. ഇതിങ്ങനെ നോക്കിയേ. സെറ്റ് പല്ലാണല്ലേ? എല്ലാരും പറയട്ടെ നല്ല സെറ്റ് പല്ലാണ്. അതല്ല, സെറ്റ് പല്ലാണല്ലേന്ന്. അറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അപ്പുവേട്ടനോട് എനിക്ക് സ്നേഹം കൂടുതലുകൊണ്ടാണ് അപ്പുവേട്ടന്റെ പേര് എന്റെ കയ്യിൽ പച്ച കുത്തിയെന്ന് അറിയാമോ? കുന്നത്ത് വീട്ടിൽ അപ്പു. അതിന് കുപ്പൂന്നുള്ള എഴുതിയേക്കണത്. അത് തൊലി ചുള്ളിങ്ങോടെ നിവർത്തി വെച്ച് വെച്ചോക്ക്. അതെ അതെ അതെ, അതുപോലെ എന്റെ അപ്പുവേട്ടന്റെ പേര് എന്റെ നെഞ്ചത്ത് ഇങ്ങനെ പച്ച കുത്തണം. വായിലിരിക്കാനാ? വായിരിക്കാനല്ല, വായിരിക്കാൻ. ഓക്കെ 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 ഓക്കെ. ആഹാ, ഇതാണോ? അതെ, ഇത് ഇവിടെയാണോ ടാറ്റു ചെയ്യേണ്ടത്? സൂചി കൊണ്ടൊന്നും. അയ്യോ, ഇത് ഇഞ്ചക്ഷൻ അല്ല, ടാറ്റു ആണ്. അതെ, നല്ല വേദന ഉണ്ടാവും, സൂചിക്ക് നല്ല മൂർച്ച. എന്റെ അപ്പൂട്ടന് വേണ്ടി എത്ര വേദന സഹിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാ വാ, കുത്തണ്ടേ?
അല്ല ഇത് ടാറ്റു ചെയ്യണ്ടേ അപ്പ വേദന എനിക്ക് പ്രശ്നമല്ല. എന്നെയും കൂടി പേടിപ്പിക്കുമല്ലോ. അപ്പുവേട്ടന് വേണ്ടി എത്ര വേദന കടിച്ചമർത്താൻ ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോ 10 മാസം കഴിയുമ്പോൾ ഇതിനും വലിയ വേദന ഞാൻ അനുഭവിക്കണ്ടേ? അതേത് വേദന? അല്ല 10 മാസം കഴിയുമ്പോൾ ഞാൻ അപ്പുവേട്ടനും കൂടി വീണ്ടും ഇവിടെ വരുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ വിട്ടെ. ഓ അങ്ങനെ എന്നിട്ട് ടാറ്റു അടിക്കണ്ട. എന്നെ കൂടി പേടിപ്പിക്കുമല്ലോ പണ്ടാരം. ടാറ്റു അടിക്കണ്ടേ? നമുക്കൊരു 1/2 മണിക്കൂർ അടിച്ചാൽ പോരെ? അതെന്താണ്? 1/2 മണിക്കൂർ എനിക്കൊരു വേദന്റെ ഗുളികയുണ്ട്. ആ വേദന്റെ ഗുളിക വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ സമയത്തിന് വേദന ഉണ്ടാവില്ല. പഠിച്ചാൽ പോരെ? ഇതൊന്നല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗോവയെ പോകാൻ. ഇങ്ങനെ പോണെങ്കിൽ കോമേ പോവും. കോമയിലല്ല, ഗോവയിൽ പോണ കാര്യം. എന്റെ അപ്പേട്ടനെ കൊണ്ട് ഞാൻ കറങ്ങാൻ വേണ്ടി അറിയാമോ? ഇനി അപ്പോട്ടിനെ കൂടി കറങ്ങാൻ പോവാത്ത ഇനി റെയ്ഡ് ഉണ്ടാവും അവിടെയൊക്കെ. അതല്ലെന്ന് എനിക്കുണ്ടല്ല, എന്റെ അപ്പൂറിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തിട്ട് കൊറേ നേരം ഇങ്ങനെ പറന്ന് തെക്കൻ കാറ്റടിച്ച വടക്കോട്ടും വടക്കം കാറ്റടിച്ച തെക്കോട്ടും പോണ തള്ളേണ്. ഈ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ്. കട്ടപ്പുറത്തിരിക്കണല്ലേ? കടപ്പുറത്തിരിക്കണല്ലേ? അങ്ങനെ കടപ്പുറത്തിരിക്കണമെന്നില്ലേ? ഒരു കാര്യം പറയാം, ഒന്നെങ്കിൽ ടാറ്റു അടിക്കണം അല്ലെങ്കിൽ ക്ലൈമാക്സ് അടിക്കണം. ഒരു കാര്യം, എനിക്കിപ്പോ എന്റെ അപ്പൂട്ടന്റെ പേര് വേണ്ട, അപ്പൂട്ടന്റെ ഫോട്ടോ ഇവിടെ അടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ ഭിത്തി തൂക്കേണ്ടി വരും മാലയിട്ട്. അതല്ല, എന്റെ അപ്പൂട്ടന്റെ ഫോട്ടോ എന്റെ ഈ നെഞ്ചത്തടിച്ചാൽ മതി കേട്ടാ. എന്റെ അപ്പുവേട്ടാ, ഇനി മുതൽ നിങ്ങൾ എന്റെ നെഞ്ചത്താണ് കേട്ടാ. അയ്യോ അപ്പോ. അയ്യോ അപ്പു അല്ല, അപ്പുവേട്ടൻ. അതല്ല, അതല്ല, ഇവൻ എന്നെ ചീറ്റ് ചെയ്തു. ഇവനല്ല, നിന്നെയല്ലേ എന്നെയാണ് ചീറ്റ് ചെയ്തത്. ഇത്രയും നാളും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ചെക്കൻ ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചെന്നോ? എന്നേക്കാൾ എന്ത് ഗുണമാടി നിനക്ക് അവിടെ ഉള്ളത്? ഇതെന്തേ പറയുന്നത്? എന്റെ ആങ്ങളാണെന്ന്. അങ്ങനെയാണ്. ഇതൊന്നും അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലേ? ഒരു വിടുവായിത്രങ്ങളായി പോയോ എന്നൊരു സംശയം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, പ്രായം ഇത്രയില്ല. അങ്ങോട്ട് മറന്നു കള എന്റെ ആങ്ങളേന. അതല്ലെന്ന്, ഞാൻ വന്ന മൂലം നിന്നെ എടീ പോടി എന്നല്ലേ വിളിച്ചോണ്ടിരിക്കണത്. ഇനി ഞാൻ ഏട്ടത്തിമ്മേന്ന് വിളിച്ചോട്ടെ?